ഇത് കലിയുഗമാണ്. ലോകമെമ്പാടും കലിയുടെ പ്രേരണയാൽ അധർമ്മം നടനമാടും. ധർമ്മത്തിനുമേൽ അധർമ്മം ശക്തി പ്രാപിക്കും. കലി എന്ന അധർമ്മത്തെ ഇല്ലാതാക്കാൻ മഹാവിഷ്ണുവിന്റെ 10 അവതാരങ്ങളിൽ അവസാനത്തേതായ കൽക്കി അവതാരമെടുക്കും. പുരാണത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നാഗശ്വിൻ ഒരുക്കിയിരിക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് കൽക്കി 2898 AD എന്ന് ഒറ്റവാക്കിൽ പറയാം. തിന്മയ്ക്കെതിരെയുള്ള നന്മയുടെ പോരാട്ടം ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. കാശി, കോംപ്ലക്സ്, ശംബാല എന്നീ 3 സ്ഥലങ്ങളെ മുൻനിർത്തിയാണ് ചിത്രം മുന്നോട്ട് പോകുന്നത്. നന്മയുടെ രക്ഷകനായി മഹാവിഷ്ണു അവതരിക്കുന്നതിനെ മുൻനിർത്തിയാണ് കൽക്കിയുടെ പ്രമേയം. സമ്പന്ന നഗരമായ കാശിയിൽ നിന്നാണ് കൽക്കി തുടങ്ങുന്നത്. ദൈവത്തിന് നിരോധനമുള്ള നഗരമാണ് കാശി. ആകാശത്തുള്ള മറ്റൊരു ലോകമാണ് കോംപ്ലക്സ്. സുപ്രീം യാസ്കിനാണ് കോംപ്ലക്സ് ഭരിക്കുന്നത്. പെൺകുട്ടികളെ കൃത്രിമ ഗർഭം ധരിപ്പിച്ച് പ്രൊജക്ട് കെ എന്ന പദ്ധതി നടപ്പാക്കുകയാണ് യാസ്കിൻ. വിമതരുടെ ലോകമാണ് ശംബാല. കോംപ്ലക്സിനെതിരെയാണ് ശംബാലയുടെ യുദ്ധം. മഹാനടിക്ക് ശേഷം നാഗശ്വിൻ ഒരുക്കുന്ന ചിത്രം എന്നതുകൊണ്ട് തന്നെ കൽക്കിയുടെ വരവിനായി ഏറെ ആകാംക്ഷയോടെയാണ് പ്രേക്ഷകർ കാത്തിരുന്നതും. പുരാണവും മോഡേൺ ടെക്നോളജിയും കോർത്തിണക്കി കഥ പറയുന്നതിൽ ഒരു പരിധിവരെ നാഗശ്വിന് വിജയിക്കാനായി. എന്നാൽ പതിഞ്ഞ താളത്തിൽ പോകുന്ന തിരക്കഥ സിനിമ ആസ്വാദനത്തെ ചെറിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിലൊക്കെ കഥയിലൊരു വലിച്ചുനീട്ടൽ പ്രേക്ഷകന് അനുഭവപ്പെടുന്നുണ്ട്. കഥാപാത്രങ്ങളെ മികച്ച രീതിയിൽ തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ വിജയിച്ചിട്ടുമുണ്ട്. അമിതാഭ് ബച്ചന്റെയും കമൽഹാസന്റെയും സംഭാഷണങ്ങളും എടുത്തു പറയേണ്ടതാണ്. ആക്ഷൻ, ഫാന്റസി, മിത്തോളജി തുടങ്ങിയ വലിയൊരു ദൃശ്യവിരുന്ന് തന്നെയാണ് കൽക്കി AD. ചിത്രത്തിന്റെ ക്ലൈമാക്സിനോടടുത്ത് പ്രഭാസിന്റെ കഥാപാത്രത്തിൽ ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു സസ്പെൻസ് എലമെന്റും തിയേറ്ററിൽ കയ്യടി നേടി. പെർഫോമൻസുകളിൽ എടുത്തു പറയേണ്ടത് അമിതാഭ് ബച്ചന്റേത് തന്നെയാണ്. അശ്വത്ഥാമ എന്ന കഥാപാത്രമായി അമിതാഭ് ഗംഭീര പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. പ്രഭാസുമൊത്തുള്ള അമിതാഭിന്റെ ആക്ഷൻ രംഗങ്ങളാണ് കൽക്കിയുടെ ഹൈലൈറ്റുകളിൽ ഒന്ന്. അമിതാഭിന്റെ യൗവനകാലത്ത് നിന്നാണ് കൽക്കിയുടെ ആരംഭം. അടുത്തിടെ പുറത്തിറങ്ങിയ സിനിമകളിൽ വെച്ച് പ്രഭാസിന്റെ നല്ലൊരു വേഷം തന്നെയാണ് ഭൈരവ. തുടക്കത്തിൽ തമാശകളൊക്കെയുള്ള ഒരു ചൈൽഡിഷ് കഥാപാത്രമായാണ് പ്രഭാസിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യ പകുതിയേക്കാൾ ഏറെ പ്രഭാസ് തിളങ്ങിയത് 2ാം പകുതിയിലാണ്. വളരെ കുറച്ചു നേരമേ സ്ക്രീനിൽ എത്തുന്നുള്ളൂവെങ്കിലും സുപ്രീം യാസ്കിനായെത്തിയ കമൽഹാസനും പ്രേക്ഷകരെ ത്രസിപ്പിച്ചു. ദുൽഖർ സൽമാൻ, സംവിധായകൻ SS രാജമൗലി എന്നിവരുടെ അതിഥിവേഷങ്ങളും പ്രേക്ഷകരെ ആവേശത്തിലാക്കി. മറിയമായെത്തിയ ശോഭനയും സുമതിയായെത്തിയ ദീപിക പദുക്കോണും മികച്ച പ്രകടനം തന്നെയാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്. അന്യാപൻ, പശുപതി, വിജയ് ദേവരക്കൊണ്ട, ശാശ്വത ചാറ്റർജി തുടങ്ങിയവരും അവരവരുടെ ഭാഗം മികവുറ്റതാക്കി. കൽക്കിയെ ആദ്യം മുതൽ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 ഘടകങ്ങളാണ് പശ്ചാത്തല സംഗീതവും VFXും. സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം സിനിമയിലുടനീളം പ്രേക്ഷകരെ മടുപ്പില്ലാതെയാക്കുന്നുണ്ട്. പുരാണ രംഗങ്ങളൊക്കെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ബുജ്ജി എന്ന ഫ്യൂച്ചറിസ്റ്റിക് കാറും പ്രേക്ഷകരെ മികച്ച അനുഭവമായി. VFXന്റെ കാര്യത്തിലേക്ക് വന്നാൽ ചില ഹോളിവുഡ് ചിത്രങ്ങളൊക്കെ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് കടന്നു വരും. ആദ്യ പകുതിയിൽ അത്ര ഗംഭീരമായി VFX വർക്കൗട്ടായി എന്ന് പറയാനാകില്ല. എന്നാൽ 2ാം പകുതിയിൽ അത്യാവശ്യം പ്രേക്ഷകരെ എൻഗേജിങ് ആക്കാനും VFX രംഗങ്ങൾക്ക് ആയി. 2ാം പകുതിയിലെ യുദ്ധരംഗങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. ജോർജ് സ്റ്റോയിക്കോവിച്ചിന്റെ ഛായാഗ്രഹണവും കയ്യടി അർഹിക്കുന്നുണ്ട്. അപ്പോകാലിപ്റ്റോ ബാക്ക്ഗ്രൗണ്ടിൽ ടെക്നോളജിയും മിഥോളജിയും കൂട്ടി യോജിപ്പിച്ചുള്ള കൽക്കി തീർച്ചയായും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ്. വൈജയന്തി മൂവീസിന്റെ ബാനറിൽ C. അശ്വിനി ദത്താണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇത് സിനിമാറ്റിക് യൂണിവേഴ്സുകളുടെ കാലമാണ്. അക്കൂട്ടത്തിലേക്ക് കൽക്കി സിനിമാറ്റിക് യൂണിവേഴ്സ് കൂടി എത്തിയിരിക്കുകയാണ്. ഒട്ടേറെ സംശയങ്ങളും ചോദ്യങ്ങളുമെല്ലാം പ്രേക്ഷകരുടെ മനസ്സിൽ അവശേഷിപ്പിച്ചാണ് കൽക്കി തുടങ്ങുന്നത്. എന്താണ് പ്രൊജക്ട് കെ? പ്രഭാസ് തന്റെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുമോ? ആരായിരിക്കും കൽക്കി? തുടങ്ങി നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും പ്രേക്ഷക മനസ്സിൽ സിനിമ കഴിയുമ്പോൾ ബാക്കിയുണ്ടാകും. എന്തായാലും ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരത്തിനായി അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കാം.